അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റിയാദുസ്സാലിഹീൻ 53-ാമത്തെ ഹദീസാണ്. വഅൻ അബി ഇബ്രാഹിം അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫീ ബഅദി അയ്യാമിഹി, റസൂലുള്ളാഹി തങ്ങളുടെ ഒരു ദിവസം, അല്ലത്തി ഫിഹാ ലഖിയൽ അദുവ, അതിൽ ശത്രുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ യുദ്ധം ചെയ്യുമായിരുന്ന ഒരു ദിവസം, യുദ്ധത്തിലേർപ്പെട്ട ഒരു ദിവസം എന്നർത്ഥം. ഇൻതളറ, അവിടെ വെയിറ്റ് ചെയ്തു. യുദ്ധം എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക്കൽ ലീഡർഷിപ്പ് ചെയ്യുന്നത് എന്താണ്? എപ്പോഴും പെട്ടെന്ന് എടുത്ത് ചാടുകയല്ല ചെയ്യുന്നത്, മറിച്ച് എപ്പോഴും ഒന്ന് വെയിറ്റ് ചെയ്ത് ചിന്തിക്കാനുള്ള സമയം കൊടുത്ത് ആവശ്യത്തിനനുസരിച്ച് മാത്രം അവിടെ ശത്രുക്കൾക്ക് ഇടയിൽ ഇടപെടുകയാണ് ചെയ്യുന്നത്. വളരെ പവർഫുള്ളാണ് എന്ന് വെച്ച് ശത്രുക്കളെ നിർവീര്യമാക്കി നിർമാർജനം ചെയ്ത് എല്ലാവരെയും കൊന്നുകളയുക എന്നുള്ളത് ഒരു യുദ്ധതന്ത്രമല്ല. യുദ്ധത്തിനൊരു ലക്ഷ്യമുണ്ടാകും, ആ ലക്ഷ്യം പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുപോലെ യുദ്ധം എന്നുള്ളത് ഒരിക്കലും ലക്ഷ്യം അല്ല, മറിച്ച് യുദ്ധം എന്നുള്ളത് ചില വലിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു വഴി മാത്രമാണ്. യുദ്ധമല്ലാതെ നമുക്ക് ആ ഒരു വഴി സാക്ഷാത്കരിക്കാൻ പറ്റുമെങ്കിൽ യുദ്ധത്തിലേർപ്പെടേണ്ട ആവശ്യവും ഇല്ല. ഏതായാലും അങ്ങനെ ഹദീസ് തുടരുന്നു. ഹത്ത ഇദാ മാലത്തി ശംസു, സൂര്യൻ ചെരിയുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് അസ്തമിക്കാൻ വേണ്ടി പോകുന്ന സമയം. ഖാമ ഫീഹിം ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ മുന്നിൽ നിന്നു പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ലാ തതമന്നൗ ലിഖാ അൽ അദുവി, നിങ്ങൾ ശത്രുവിനെ നേരിടുക എന്നുള്ളത് അത് നിങ്ങളിങ്ങനെ ആഗ്രഹിച്ച് നടക്കരുത്. എപ്പോഴും യുദ്ധം ഇവിടെ എപ്പോഴും ഉണ്ടാകണം, യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. വസ്അലുല്ലാഹ, നിങ്ങൾ മറിച്ച് ചെയ്യേണ്ടത് എന്താണ്? അള്ളാഹുവിനോട് നിങ്ങൾ ചോദിക്കണം അൽ ആഫിയ, ആഫിയത്തിനെ ചോദിക്കണം, സൗഖ്യത്തെ ചോദിക്കണം, സെക്യൂരിറ്റിയെ ചോദിക്കണം, സുരക്ഷത്വം ചോദിക്കണം. കാരണം യുദ്ധം എപ്പോഴാണ് ആവശ്യം വരുന്നത്? നമ്മുടെ സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നത്. അള്ളാഹുവിനോട് സെക്യൂരിറ്റി, ആഫിയത്ത്, സൗഖ്യം നമ്മൾ ചോദിക്കുമ്പോൾ പിന്നെ യുദ്ധത്തിന് ആവശ്യമില്ല. ഇസ്ലാം സമാധാനത്തിൻ്റെ മതമാണ്. യുദ്ധത്തെ വെറുതെ യുദ്ധത്തിലേക്ക് ചാടുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. വസ്അലുല്ലാഹൽ ആഫിയ, നിങ്ങളെപ്പോഴും യുദ്ധമില്ലാതെ നല്ല സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് വേണ്ടത്. എങ്കിൽ ഞങ്ങൾ ആരെയും ആക്രമിക്കുന്നില്ല എന്ന് വെച്ച് ശത്രുക്കൾ അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. അക്രമകാരികളായ, അന്യായം ചെയ്യുന്ന, അനീതി ചെയ്യുന്ന ശത്രുക്കളുണ്ടാകാം. അങ്ങനെ നമ്മൾ വിളിച്ചു വരുത്തിയതല്ല, പക്ഷേ സാഹചര്യം അങ്ങനെയാക്കി ശത്രുക്കൾ നമ്മളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി വരികയാണ് എങ്കിൽ ഫഇദാ ലഖീതുമൂഹും, അവരിങ്ങോട്ട് വന്ന് നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിലോ ഫസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണം. അവിടെ നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് ഒളിച്ചോടരുത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നൽ ജന്നത, സ്വർഗം എന്നുള്ളത് തഹ്ത ളിലാലിസ് സുയൂഫ്, അത് വാളുകളുടെ തണലിലാണ്. സുമ്മ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ, പടച്ചവനെ, മുൻസിദൽ കിതാബി, കിതാബ് ഖുർആൻ ഇറക്കിയ അള്ളാഹ്, വമുജ്രിയ സഹാബി, മേഘങ്ങളെ ചലിപ്പിക്കുന്ന അള്ളാഹ്, വഹാസിമൽ അഹ്സാബി, വലിയ വലിയ ശത്രുസഖ്യ സംഘങ്ങളെ തോൽപ്പിച്ച അള്ളാഹ്, ഇഹ്സിംഹും, നീ അവരെ ശത്രുക്കളെ തോൽപ്പിക്കണം,
വൻസുർന, നിൻ്റെ സഹായം ഞങ്ങൾക്ക് വേണം, അലൈഹിം അവർക്കെതിരായി ഞങ്ങൾക്ക് നീ സഹായിക്കണം എന്ന ദുആയും അവിടുന്ന് ദുആ ചെയ്തു. എന്താണ് നമ്മൾ ഈ ഹദീസിൽ പഠിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം. യുദ്ധം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ അതിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് കൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരുന്നു എന്നല്ലാതെ, യുദ്ധം എന്നുള്ളത് നമ്മളൊരിക്കലും സ്വയം തിരഞ്ഞെടുത്ത് ചെയ്യുന്ന കാര്യമല്ല. അത് നമ്മുടെ ലക്ഷ്യവുമല്ല. നമുക്ക് ഇൻസെക്യൂരിറ്റി വരുമ്പോൾ നമ്മുടെ ദീനീ ദഅവത്ത് നന്നായി നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ക്ഷമ പാലിക്കണം. ഇവിടെ ഞാൻ മറ്റൊരു നിലക്ക് ആശയം കൊണ്ട്, ഇതാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ ആശയം, മറ്റൊരു നിലക്ക് പറയുകയാണെങ്കിൽ, നാം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വരുമ്പോൾ ഞങ്ങളൊരിക്കലും ആ പ്രതിസന്ധിയിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ പാടില്ല. അതേസമയം ഇല്ലാത്ത പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ നമ്മൾ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവരരുത്. എപ്പോഴും നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ വാക്ക് അത് മറ്റുള്ളവരെ ആക്രമിക്കുന്ന രൂപത്തിൽ, അവർക്ക് അനീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ ആകരുത്. അപ്പോഴാണ് അവിടെ കലഹവും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കരുത്, നമ്മൾ ആരെയും പ്രയാസപ്പെടുത്തരുത്. അങ്ങനെ പ്രയാസപ്പെടുത്താതെ, മറ്റുള്ളവരുടെ വിഷയങ്ങൾ അനാവശ്യമായി ഇടപെടാതെ നമ്മൾ ജീവിക്കണം. അങ്ങനെ സമാധാനം ആഗ്രഹിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മുടെ സമാധാനത്തെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ച് നമ്മെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ഉറച്ചു നിൽക്കണം. ആ പ്രതിസന്ധി നമ്മൾ തരണം ചെയ്യണം, നമ്മൾ പോരാടണം. ഇത് ജീവിതത്തിൽ മറ്റൊരു നിലക്ക് പറയുകയാണെങ്കിൽ, നമ്മൾ മിണ്ടാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് പൈസ വരില്ല. നമ്മൾ കഷ്ടപ്പെട്ട് സ്കില്ലുകൾ ഉണ്ടാക്കി ജോലി ചെയ്യണം, അല്ലെങ്കിൽ റിസ്ക് എടുത്ത് ബിസിനസ് ചെയ്യണം. അങ്ങനെ ജോലിയും ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ അവിടെയും നമ്മൾ നല്ല ക്ഷമ പാലിച്ചുകൊണ്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, ജോലി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനിടയിൽ നമുക്ക് ഏത് പ്രയാസങ്ങൾ വരികയാണെങ്കിലും അതൊക്കെ തരണം ചെയ്യാൻ നമുക്ക് സാധിക്കണം എന്നാണ്. അതിലൊക്കെ ഉപരിയായിട്ട് അവസാനം അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് എന്താണ്? നിങ്ങൾ ദുആ ചെയ്യണം. പ്രതിസന്ധികൾ വരുമ്പോൾ നിങ്ങൾ ശക്തമായി പോരാടണം അതിനെതിരെ. അതോടൊപ്പം അള്ളാഹുവിൽ തവക്കുലാക്കി, അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന നിലക്ക് പടച്ചവനോട് നിങ്ങൾ ചോദിക്കണം. പടച്ചവനോട് നിങ്ങൾ സെക്യൂരിറ്റി ചോദിക്കണം. പടച്ചവനോട് നിങ്ങൾക്കുള്ള ആഫിയത്ത് നിങ്ങൾ ചോദിക്കണം. പിന്നെ അൽ ജന്നത്തു തഹ്ത ദിലാലു സുയൂഫ്, എപ്പോഴും മനസ്സിലാക്കേണ്ടത് സമാധാനം എന്നുള്ളത്, ശാന്തിയുള്ളത് എന്നുള്ളത് ചിലപ്പോൾ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ തരണം ചെയ്തു പോയാൽ മാത്രം ലഭിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ സമാധാനം എന്നുള്ള ചിലപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഇരുന്നു കൊണ്ട് സമാധാനം സ്ഥാപിക്കാൻ കഴിയില്ല. ചിലപ്പോഴൊക്കെ യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരും, പ്രതിസന്ധികളിൽ ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണേണ്ടി വരും.